പേര് ബിന്ദുലേഖ സജീവ്. ഇതെൻ്റെ ഹസ്ബൻഡാണ്. ഇതെൻ്റെ മോൻ. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര രൂപത വട്ടവള ഇടവക അംഗമാണ്. ആദ്യമായി ഈ പുണ്യഭൂമിയിൽ വന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് സാധിച്ചതിന് അമ്മ മാതാവിനോടും തിരുകുമാരനോടും നന്ദി പറയുന്നു. ആദ്യമായി ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഒരു പത്രം മുഖേനമാണ്. ഞങ്ങളെ വീട്ടിനടുത്തുള്ള ഒരു ചേച്ചി ഈ പത്രം കൊണ്ടുവരികയും ഞങ്ങളോട് ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണെന്നും പറയുകയും ഉടമ്പടി എടുക്കുന്ന വിധം പറഞ്ഞു പത്രം തരികയുണ്ടായി. ആ ഉടമ്പടി പത്രം വായിച്ചത് മൂലം എനിക്ക് വളരെയധികം ഇവിടെ വരാനായിട്ട് ആഗ്രഹം തോന്നി. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുക്കാനായിട്ട് 2023 ഡിസംബർ 8-ാം തീയതി ഇവിടെ വരികയുണ്ടായി. അപ്പോൾ തന്നെ എനിക്കൊരു അനുഭവമുണ്ടായി. നല്ല തണുപ്പ് അനുഭവപ്പെടുകയും ഒരു ദൈവിക അനുഭവം ഉണ്ടാവുകയും ചെയ്തു. ഞാൻ ഈ ഭിത്തിയിലെല്ലാം വന്ന് നോക്കുകയുണ്ടായി, AC ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അമ്മ മാതാവ് ഞങ്ങളെ ഈ പുണ്യഭൂമിയിലേക്ക് ക്ഷണിച്ചതാണെന്ന്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് പോയപ്പോൾ തന്നെ ഒരു വലിയ സൗഖ്യമുണ്ടായി. എൻ്റെ ഹസ്ബൻഡിന് എലിപ്പനിയും ചെള്ളുപനിയും എന്ന രോഗത്താൽ വളരെയധികം വിഷമിക്കുകയും ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുകയായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഒരു മരുന്നുമായിട്ട് പ്രതികരിക്കാതെയും ഞങ്ങൾ വളരെ വിഷമിക്കുകയും അപ്പോഴാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉടമ്പടി തൈലം ഞാൻ നെറ്റിയിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും ഉടമ്പടി വസ്തുക്കളായ ഉപ്പ്, തേന് പ്രയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ നിമിഷം മുതൽ ഹസ്ബൻഡിൻ്റെ അതിശക്തമായ പനിയും തലവേദനയും മാറിക്കിട്ടി. ഇതിന് അമ്മ മാതാവിന് നന്ദി. അടുത്തതായി എൻ്റെ സാക്ഷ്യം, ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ 20 വർഷം കൊണ്ട് ഞങ്ങളെ വീട്ടിൻ്റെ ബാക്കിലിറങ്ങാൻ സ്ഥലമില്ലായിരുന്നു, ആഗ്രഹിക്കുകയായിരുന്നു. അപ്പോൾ അതൊരു വലിയ പറമ്പായിരുന്നു, 50 സെൻറ്റോളം വരും. ഞങ്ങൾക്ക് അത് വാങ്ങുവാൻ ഒരു നിവൃത്തിയില്ലായിരുന്നു. അയാൾ അത് ഫുള്ളായിട്ട് ഒരുമിച്ചേ തരുവുള്ളൂ എന്നാണ് പറയുകയുണ്ടായത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൻ്റെ ആ ഭാഗം, കുറച്ച് ഭാഗം മതിയായിരുന്നു. ഉടമ്പടി എടുത്ത് 5 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ മാതാവ് ഇടപെട്ട് ഞങ്ങൾ അതിനു മുമ്പ് ഉടമ്പടി എടുത്തത് മുതൽ ഉടമ്പടി വസ്തുവായ ഉപ്പ് വിതറി വിശ്വാസം പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ആ വസ്തുവിൽ ഉടമ്പടി കാശുരൂപം കുഴിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 5 ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു വ്യക്തി ആ പറമ്പ് ഫുള്ള് വാങ്ങുകയും ഞങ്ങൾക്ക് ആവശ്യമായ സ്ഥലം ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ മാതാവ് വാങ്ങിത്തരുകയും ചെയ്തു. ഇത് അമ്മ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഭൂമി കിട്ടിയത്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഓട്ടോ സ്റ്റാൻഡുകളും ബസ് സ്റ്റാൻഡുകളിലും വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് അമ്മേ അർഹതപ്പെട്ട കൈകളിൽ ഈ പത്രം എത്തണമേ എന്ന് പ്രാർത്ഥിച്ചാണ് വിതരണം ചെയ്തിരുന്നത്. ഉടമ്പടി ധ്യാനം വളരെ വളരെ ആഗ്രഹിച്ചാണ് ഓരോ ചൊവ്വാഴ്ചകളിലും ഞാൻ കൂടിയിരുന്നത്. അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ഇടുകയും ഞാൻ ചെയ്തിരുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് അഗതി മന്ദിരം സന്ദർശിക്കുകയും പൊതിച്ചോറ് തെരുവിലിരിക്കുന്നവർക്ക് കൊടുക്കുകയും മറ്റുള്ള പാവങ്ങൾക്ക് ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന വിധം അവർക്ക് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തിട്ടുണ്ട്. ആത്മീയമായിട്ടാണ് ഞങ്ങൾ വളരെയധികം വളർന്നത്. ഞായറാഴ്ച ക്രിസ്ത്യാനി ആയിരുന്നു. ഇപ്പോൾ കുടുംബമായിട്ട് തന്നെ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി ഭക്തിപൂർവ്വം തന്നെ ദിവ്യബലിയിൽ പങ്കെടുക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. കൂടാതെ ബൈബിൾ വായിക്കുകയും സമയം കിട്ടുമ്പോഴെല്ലാം ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. മറ്റുള്ളവരെ സഹായിക്കാനുള്ള അനുഗ്രഹവും ഞങ്ങൾക്ക് ലഭിച്ചു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്ത അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ഹോസേയ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 2 19-20 തിരുവചനങ്ങൾ.
എന്നേക്കുമായി ഞാൻ നിന്നെ പരിഗ്രഹിക്കും. നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും. വിശ്വസ്തതയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. കർത്താവിനെ നീ അറിയും. ബിന്ദുലേഖയും കുടുംബവും ഇവിടെ വന്ന് തങ്ങളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇപ്പോൾ നമ്മോട് വെളിപ്പെടുത്തിയത്. തങ്ങളെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നുള്ള നിരന്തരമായ പ്രാർത്ഥന പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുകയും ഈശോയിൽ നിന്ന് ലഭിച്ച അനേകം അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഇവർ ഇന്ന് ഈ അൾത്താരയിലേക്ക് കയറി വന്നിരിക്കുന്നത്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നമുക്ക് ഏറ്റുപറയാവുന്ന ഏറ്റവും നല്ല സ്വർഗീയ അനുഭവങ്ങളാണ് ഇവർക്ക് പറയാനുള്ളത്. ബിന്ദുലേഖ പറയുകയായിരുന്നു, ഞങ്ങളൊരു ഞായറാഴ്ച ക്രിസ്ത്യാനികളായിരുന്നു. ഞായറാഴ്ച ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ തിരുസഭ നിർദ്ദേശിക്കുന്ന ആ ഞായറാഴ്ച കടം തീർക്കാൻ വേണ്ടി മാത്രം വിശുദ്ധ കുർബാന കാണാൻ പോവുക എന്നുള്ളതാണ്. ഇന്ന് കാണുക എന്നതിനേക്കാൾ ഉപരി അവർ അതിൽ അർപ്പിക്കുവാൻ കൂടിയാണ് അവർ പോകുന്നത്. കാണുക എന്നുള്ളത് കാഴ്ചക്കാരുടെ ജോലിയാണ്, പക്ഷെ ഒരു കുർബാന അർപ്പിക്കാനാണ് അവർ പോകുന്നത്. ബിന്ദുലേഖയുടെ വലിയൊരു ആവശ്യമായിട്ടാണ് ഇവിടെ വന്നത്. വലിയൊരു ഭൗതിക ആവശ്യമായിട്ടാണ് ഇവർ ഉടമ്പടിയിലേക്ക് കടന്നു വന്നത്. പത്രത്തിലൂടെയാണ്, കൃപാസനം പത്രത്തിലൂടെയാണ് പരിശുദ്ധ അമ്മയെ പരിചയപ്പെട്ടതെന്ന് ബിന്ദുലേഖയോട് സാക്ഷ്യപ്പെടുത്തുന്നു. 20 വർഷമായിട്ട് അവർക്ക് ഒരു വസ്തു വാങ്ങാനുള്ള ഒരാവശ്യമുണ്ടായിരുന്നു. നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ മൊത്തം സ്ഥലം വാങ്ങാനായിട്ട് അവർ ആവശ്യപ്പെടുന്നതുകൊണ്ട് അവർക്കതിനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് അവർ പരിശുദ്ധ അമ്മയോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചു. നാം പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമ്മുടെ ജീവിതത്തിൽ ആഴമായി ഇടപെടുന്ന വലിയൊരു അനുഭവമാണ് ഈ മകൾ പങ്കുവച്ചത്. പരിശുദ്ധ അമ്മ ഇടപെട്ടതിൻ്റെ ഫലമായി വേറൊരു വ്യക്തി ആ മുഴുവൻ സ്ഥലവും വാങ്ങുകയും ഇവർക്ക് ആവശ്യമുള്ള സ്ഥലം ഇവർക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നമ്മൾ നന്ദി പറയാം. നാം ചിന്തിക്കുന്നതിലപ്പുറം പരിശുദ്ധ അമ്മ ഇടപെടുന്ന വലിയ വലിയ കാര്യങ്ങളാണ്, അനുഗ്രഹങ്ങളാണ്, കൃപയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഹസ്ബൻഡിനെ എലിപ്പനിയും ചെള്ളിപ്പനിയും ഉണ്ടായി അവർ വളരെയധികം സങ്കടപ്പെട്ട് വളരെയധികം മരുന്നും മെഡിക്കേഷനും ചെയ്തൊരവസ്ഥയിൽ വൈദ്യശാസ്ത്രം കൈവിട്ടപ്പോഴാണ് ഇവിടെയുള്ള ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പരിശുദ്ധ അമ്മയിൽ നിന്ന് ഈശോയുടെ വലിയ അനുഗ്രഹം, സൗഖ്യം അവർക്ക് ലഭിച്ചതെന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ ഉടമ്പടിയിലായിരിക്കുന്നവർക്ക് എല്ലാവർക്കും നമുക്ക് ഉറപ്പാണ് സൗഖ്യവും സമൃദ്ധിയും സമാധാനവും സന്തോഷവും ഒക്കെ പരിശുദ്ധ അമ്മ ഈശോയിൽ നമുക്ക് എന്തായാലും ഉറപ്പായിട്ട് നമുക്ക് ലഭിക്കും. ഇതിലേറെ നമുക്ക് സംരക്ഷണം ഉറപ്പുള്ളൊരു വലിയ കാര്യമാണ് ഉടമ്പടി. ഇത് ലോകം മുഴുവൻ ഒരു ജീവിത രീതിയാണ്. ഇവിടെ ആരും കൗൺസിൽ ചെയ്യാനോ ഉപദേശിക്കാനോ ഒന്നുമില്ല. നമ്മുടെ ജീവിത വിശുദ്ധി കൊണ്ട് പരിശുദ്ധ അമ്മ നമ്മെ ഈശോയിലേക്ക് ആകർഷിക്കുന്ന ഒരു വലിയ ജീവിത പദ്ധതി, ഒരു സംരംഭമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും വിശ്വസ്തരായിരിക്കാം, നന്ദി പറയാം. ഇവരുടെ ഒരുപാട് കാരുണ്യപ്രവൃത്തികളാണ് ഇവർ ഈശോയിലേക്ക് അടുപ്പിച്ചത്. കാരുണ്യപ്രവൃത്തികളെന്ന് ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ നഗ്നനായിരുന്നു, ഞാൻ വിശപ്പുള്ളവനായിരുന്നു, ഞാൻ ദാഹിക്കുന്നവനായിരുന്നു, അപ്പോഴെല്ലാം നീ എനിക്ക് എന്ത് ചെറിയ കാര്യങ്ങൾ ചെയ്തു അതെല്ലാം ഞാൻ വലിയതായി എൻ്റെ അക്കൗണ്ടിൽ വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ഈശോ നമ്മോട് പറയുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും വലിയൊരു കയ്യടി നൽകി ഇന്ദുലേഖയുടെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.